നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിലെ വാട്ടർ ടാങ്കിനുള്ളിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. അസ്ഥികൂടം തലശ്ശേരി സ്വദേശിയായ IT ജീവനക്കാരന്റേതാണെന്ന നിഗമനമുണ്ട്. ഇത് സ്ഥിരീകരിക്കാനായി DNA പരിശോധനയ്ക്കായി ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ രക്തസാമ്പിൾ ശേഖരിക്കും. സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച ഡ്രൈവിംഗ് ലൈസൻസ് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം തുടരുന്നത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച ക്യാമ്പസിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്ന് വാട്ടർ അതോറിറ്റിയുടെ പഴയ ടാങ്കിനുള്ളിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. ലൈസൻസിന് പുറമെ തൊപ്പി, കണ്ണട, ടൈ, ബാഗ്, ഷർട്ട് എന്നിവയും കണ്ടെടുത്തു. ടാങ്കിന്റെ കമ്പിയിൽ കയർ കെട്ടി തൂങ്ങിയ നിലയിലായിരുന്നു അസ്ഥികൂടം. ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധനയിൽ അസ്ഥികൂടത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് നിഗമനം. അസ്ഥികൂടം പുരുഷന്റേതാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. വാട്ടർ ടാങ്കിനുള്ളിൽ നിന്ന് ലഭിച്ച ഡ്രൈവിംഗ് ലൈസൻസ് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. 2011 തലശ്ശേരിയിൽ നിന്ന് എടുത്തതാണ് ഡ്രൈവിംഗ് ലൈസൻസ്. അതിലെ അഡ്രസ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വീട്ടുകാർ കോഴിക്കോട്ടേക്കും പിന്നീട് ചെന്നൈയിലേക്കും താമസം മാറിയതായി കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് വീട്ടുകാരെ ബന്ധപ്പെട്ടപ്പോൾ MC കാരനായ മകനെ 2017 മുതൽ കാണാനില്ലെന്നും വിവരം ലഭിച്ചു. ഇയാൾ മുൻപ് ഇൻഫോ പാർക്കിൽ ജോലി ചെയ്തിരുന്നതായും വീട്ടുകാർ അറിയിച്ചിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ചെന്നൈയിലുള്ള പിതാവിനോടും ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാര്യവട്ടം ക്യാമ്പസിന്റെ കാടുപിടിച്ച് കിടക്കുന്ന ഭാഗത്താണ് ഭൂനിരപ്പിൽ 15 അടിയോളം താഴ്ചയുള്ള വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ടാങ്ക് അതോറിറ്റിയാണ് ടാങ്ക് നിർമ്മിച്ചത്. ടാങ്കിന് മുകളിൽ 6 മൻഹോളുകളുണ്ട്. ഇവയിൽ 2 എണ്ണം തുറന്നു കിടക്കുകയാണ്. കാര്യവട്ടം ക്യാമ്പസ്, പള്ളിപ്പുറം, CRPF ക്യാമ്പ് എന്നിവിടങ്ങളിലേക്ക് ഇവിടെ നിന്നാണ് വെള്ളം പമ്പ് ചെയ്തിരിക്കുന്നത്. പകരം വാട്ടർ ടാങ്ക് ഇവിടങ്ങളിൽ നിർമ്മിച്ചതോടെയാണ് ക്യാമ്പസിലെ വാട്ടർ ടാങ്ക് ഉപേക്ഷിച്ചത്.